പിന്നീട് ഇസ്മായിൽ നബിന്റെ അടുത്ത് പോയപ്പോ ഇസ്മായിൽ നബി പറഞ്ഞു. അങ്ങനെ ഹാജറ ബീവിന്റെ അടുത്ത് വന്നു, എന്റെ മോനെ ഇബ്രാഹിം അറക്കാൻ കൊണ്ടേക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് ഹാജറ ബീവിയും എറിഞ്ഞു. ആ സ്ഥലത്താണ് ഇപ്പൊ നമ്മള് ഹജ്ജിന് വരുമ്പോ 3 സ്ഥലങ്ങളിലായിട്ട് 3 ജംറകളിലായിട്ട് എറിയണത്. ആ സ്ഥലമാണ് നേരെ കാണുന്ന 3 സ്ഥലം. കണ്ടോ, 3 ഒരുപോലത്തെ തൂണുകളുണ്ടോ? അതെ, മാലും അതാണ് ജംറാത്ത്, ഷെയ്ത്താൻ തൂണ്. കണ്ടോ ഇപ്പോഴത്തെ അത് ഇടത് ഭാഗത്ത് അതെ അതെ അതെ. മൂന്ന് ജംറകളാണ്. തൊട്ടിപ്പുറത്ത് 2 മിനാരം കണ്ടോ? അത് പ്രധാന പള്ളിയാണ്. ആ പള്ളിന്റെ പേരാണ് മസ്ജിദുൽ കൈഫ്. എന്താണ് കൈഫ്? നമ്മൾ വലതു ഭാഗത്ത് നോക്കണം, എന്തൊരു ചുരുക്കാണ് പെൻഡുകൾ കാണാന്. ഇടതു ഭാഗത്ത് അതേപോലെ പെൻഡുകളുണ്ട്. ഹജ്ജിനൊക്കെ വരാൻ നല്ല കാര്യമുണ്ടല്ലേ? അങ്ങനൊക്കെ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അത്ര കാശ് വാങ്ങണേ. കുറച്ച് പോലെ മസ്ജിദുൽ കൈഫ് കണ്ടില്ലേ? മസ്ജിദുൽ കൈഫ് കണ്ടില്ലേ? ആ മസ്ജിദുൽ കൈഫിനെ പറ്റി ധാരാളം ഹദീസുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് റസൂല് പറയുന്നു, 70ഓളം പ്രവാചകരെ മസ്ജിദുൽ കൈഫിലും പരിസരത്തുമായിട്ട് മറമാടപ്പെട്ടിട്ടുണ്ട്. 1,24,000 പരം പ്രവാചകർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. 70 പരം പ്രവാചകർ അവിടെയാണ്. അതിൽ മൂസാ നബി ഉണ്ടെന്നൊക്കെ ഹദീസിൽ, മുസ്തനബിയുടെ ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹു തആല അവരൊക്കെ പോലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങോട്ട് വാദി മുഹസ്സിർ എന്നൊരു സ്ഥലമുണ്ട്. ഇന്ന് ആ സ്ഥലമായിട്ടൊന്നും ഇല്ല. ഇതിനെ കഴിഞ്ഞ നേരെ മുസ്ദലിഫ എടുത്തു. വാദി മുഹസ്സിർ എന്ന സ്ഥലം ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. അതിന്റെ പ്രത്യേകത യമൻ രാജാവായിരുന്നു നജ്ജാശി. യമൻ ക്രിസ്തീയ ഭരണമായിരുന്നു ഒരു കാലത്ത്. റസൂല് ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് അവര് മക്ക ഭരിച്ചിരുന്ന കാലം ക്രിസ്തീയ രാജാവായ അബ്രഹത്ത് യമനിൽ വലിയ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ യമനിലേക്ക് ആരാധിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ജനങ്ങളെ യമനിലേക്ക് വിളിക്കാൻ കാരണം പഴയ കാലം മുതലേ കഅബ ആരാധിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. ആ കഅബനെക്കാട്ടും സ്ഥാനം അബ്രഹത്തിന്റെ രാജ്യത്തിനും ക്രിസ്തീയ പള്ളിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അബ്രഹത്ത് അങ്ങനെ വലിയ ബടാ പള്ളി ഉണ്ടാക്കി. പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട് പോയില്ല. മാത്രമല്ല കഅബാലയത്തിലാണെങ്കിൽ ആൾക്കാർ കൂടുതലും. അങ്ങനെ അബ്രഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അബ്രഹത്ത് തീരുമാനമെടുത്തു, അങ്ങനെ നമ്മളെ പള്ളിക്ക് ആള് വരാതിരിക്കാൻ മാത്രം കാരണമായ കഅബ ഇടിച്ചു. എല്ലാ സ്ഥലത്തേക്കും തായിഫിലെ കുറെ മുതൽ കൊള്ളയടിച്ചു. ആ കൂട്ടത്തിൽ മുത്തനബിയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും കൊള്ളയടിച്ചു. അബ്ദുൽ മുത്തലിബായിരുന്നു മക്ക ഭരിച്ചിരുന്നത്. തായിഫിൽ തന്നെ അബ്ദുൽ മുത്തലിബ് പോയിട്ട് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് കാണാൻ വന്നുകിടുന്ന് അബ്രഹത്ത് കേട്ടപ്പോ അബ്രഹത്തിന് സന്തോഷിച്ചു. കാരണം ഏതായാലും കാബം പൊളിക്കാൻ വന്നാണല്ലോ. അബ്രഹത്ത് നമുക്ക് വലങ്ങനെ നിന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പൊളിച്ചു പോരാലോ എന്ന് കരുതി അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കുകയും അബ്രഹത്തിനെ കണ്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ എന്റെ 200 ഒട്ടകത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്,
അതെനിക്ക് തിരിച്ചു തരണം, അതെന്റെ മുതലാണ്, അത് നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്നങ്ങോട്ട് പറഞ്ഞപ്പോ അബ്രഹത്തിന് അബ്ദുൽ മുത്തലിബിനോട് ഒരു പുച്ഛം. ഞാൻ കാബം പൊളിക്കാൻ വന്നതല്ലേ സഹോദര, നിങ്ങൾ ഈ 200 ഒട്ടകത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കാബം അത് സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അതിന്റെ ഉടമസ്ഥനാണ്, അതിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഈ 200 ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ അബ്രഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കി, അബ്ദുൽ മുത്തലിബിന്റെ ആവശ്യം മനസ്സിലാക്കി അബ്രഹത്ത് ആ 200 ഒട്ടകങ്ങളെ തിരിച്ചു കൊടുക്കുകയും അബ്ദുൽ മുത്തലിബ് തിരികെ വരികയും ചെയ്തു. പിന്നീട് ഈ വാദി മുഹസ്സിർ എന്ന സ്ഥലത്തെത്തുമ്പോൾ അബാബിൽ പക്ഷികള് അള്ളാഹു തആല പറഞ്ഞയച്ച്, ഖുർആനിലെ ചെറിയൊരു സൂറത്താണല്ലോ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബിൽ. അബാബിൽ പക്ഷികൾ അല്ലാഹു തആല പറഞ്ഞേക്കാണ്. അവര് ഓരോ കാലുകളിലും സിജ്ജീൽ എന്ന കനൽക്കട്ട, സിജ്ജീൽ എന്ന പേരുള്ള കനൽക്കട്ട 2 കാലുകളിലും ചുണ്ടത്തും വെച്ചുകൊണ്ട് പറന്നു വന്ന് ഓരോ ആനിന്റെയും പുറത്തങ്ങിട്ടുണ്ട് ഇടുമ്പോ അവരെ ചവച്ചറക്കപ്പെട്ട വൈക്കോലുകളെ പോലെ ആയി മാറി. അങ്ങനെ അല്ലാഹു തആല വാദി മുഹസ്സിർ, നമ്മളിപ്പോ സഞ്ചരിച്ച വാദി മുഹസ്സിർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അബ്രഹത്തിനെയും സംഘത്തെയും നശിപ്പിച്ചു കളഞ്ഞത്. ഒരു സ്തൂപൊക്കെ കാണുന്നുണ്ടല്ലോ, ആ മലയാണ് ജബലുർ റഹ്മ. നമ്മളങ്ങോട്ടാ പോണ്. അതിന്റെ മേലെ കയറലൊന്നും പ്രത്യേകം പുണ്യൊന്നുമില്ല, ആൾക്കാരൊന്നും കാണാത്തോണ്ട് അവിടെ എൻട്രൻസ് ഇല്ലേന്നാവോ. കയറാം, പക്ഷെ കയറല് പ്രത്യേകം പുണ്യൊന്നുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജബലുർ റഹ്മയുടെ താഴ്വരയിൽ നിന്നാണ് അവസാനമായ പ്രസംഗം നടത്തിയത്. മേലപ്പോ ചെറിയൊരു തൂണുണ്ടാക്കി വിചാരിച്ചാണ്ട് അവിടെ കുറെ ആൾക്കാർ പോയി എഴുതും, സ്വന്തം പേരും ബീവിന്റെ പേര് എഴുതിയേക്കും. അങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിലൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണമില്ല. കണ്ടില്ലേ? നോക്കുകയാണെങ്കിൽ എഴുതിയുണ്ടോ മസ്ജിദുൽ മഷ്അറുൽ ഹറാം ബി മുസ്ദലിഫ, മുസ്ദലിഫയിലെ മഷ്അറുൽ ഹറാം പള്ളി. നമ്മളെ പോലെ തന്നെയാണ് സന്ദർശനം കഴിഞ്ഞാൽ പിന്നെ ഉംറക്ക് പോകും ലാസ്റ്റ്.
നിക്കണം